ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം ഒരു 15 മിനിറ്റ് അദ്ദേഹം കളിച്ച കളിയുണ്ട്. പ്രായം 39 2-0 പിന്നിൽ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, 75 മിനിറ്റ് ആയപ്പോൾ ഞാൻ പറയുന്നുണ്ട് 3-2 കളി ജയിക്കുമെന്ന്. ആ വിശ്വാസത്തിനൊക്കെ കാരണം ലയണൽ മെസ്സി എന്നൊരൊറ്റ താരമാണ്. ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം ഒരു 15 മിനിറ്റ് അദ്ദേഹം കളിച്ച കളിയുണ്ട്. പ്രായം 39 MSK ഉൾപ്പെടെ വേഗം 41 40 കണക്കായിട്ട് വരും. അതല്ല, ഈ ഏജിലും ത്രൂ ഔട്ട് എനർജിയിൽ അദ്ദേഹം കളിക്കുന്ന കളി, എനർജിയിൽ കളിക്കുന്നു, ഓടുന്നു എന്ന് മാത്രമല്ല ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. അതായത് 67 മിനിറ്റ് ആയപ്പോഴേക്ക് 2-0 പിന്നിൽ നിൽക്കുന്ന ഒരു ടീമാണ്. കിട്ടുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ട് ഈജിപ്ത് സല ഉൾപ്പെടെയുള്ള താരങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവസാന നിമിഷങ്ങളിലാണ് അവർ ഒമർ മർമോഷിനെ ഇറക്കുന്നത്, കുറേ കൂടി അപകടം ഉണ്ടാക്കട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ. പക്ഷേ എല്ലാത്തിനും വ്യത്യസ്തമായിട്ട് അർജൻറ്റീനയ്ക്കൊരു ലയണൽ മെസ്സി ഉണ്ട്. അത് മറികടന്ന് നിങ്ങൾ വിജയിക്കുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ള പരിപാടിയല്ല. 79 മിനിറ്റിൽ ഫസ്റ്റ് ഗോൾ വരുന്നത് എങ്ങനെയാണ്? മെസ്സിയുടെ ഒരു കേളർ പാസ്, ഒരു അന്യായ ബോളാണത്. ആ രീതിയിൽ റൊമേറോയ്ക്ക് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാനുള്ളൊരു സംഭവം മതി, അത് കൃത്യമായിട്ട് അദ്ദേഹം പ്ലേസ് ചെയ്യുന്നു. പിന്നീട് അധികം വൈകാതെ തന്നെ 4 മിനിറ്റിന് ശേഷം തന്നെ രണ്ടാമത്തെ ഗോൾ വരികയാണ്. ബോക്സിൻ്റെ ഇടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നു. അത് തന്നെ മെസ്സി അങ്ങോട്ട് ഉണ്ടാക്കുന്ന ബോളാണ്. അദ്ദേഹം ആ വിങ്ങിലൂടെ കൃത്യമായിട്ട് ഓടിക്കയറി ഉണ്ടാക്കുന്ന ബോള്. ലൗതാരോയ്ക്ക് ഒരു ഗംഭീരമായൊരു പാസ് കൊടുക്കുന്നുണ്ട്. അത് 2 ഡിഫൻഡേഴ്സിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുന്നൊരു ബോളാണത്. അത് പക്ഷേ ലൗതാരോ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അത് പുറത്തേക്കാണ് പോകുന്നത്. പിന്നെയാണ് ആ മനോഹരമായൊരു ഗോൾ വരുന്നത്. അത് അൽവാരസ് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുന്നു. മെസ്സി ഓടി വന്ന്, നമ്മൾ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ കണ്ടിരുന്നു, മെസ്സി ആ വിങ്ങിന്ന് ഓടി വന്ന് സെക്കൻഡ് ബോക്സിലേക്ക് പാഞ്ഞു കയറി റീബൗണ്ട് എടുത്ത് ഒരു 2 പ്ലെയേഴ്സിൻ്റെ കാലിൻ്റെ ഇടയിലൂടെ അടിച്ച് കയറ്റുന്ന ഗോള്. അധികം വൈകാതെ അപ്പോൾ തന്നെ 2-2 ആയപ്പോൾ തന്നെ ഏറെക്കുറെ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള മനസ്സിലായി. കാരണം പിന്നെ കളിക്കുന്നത് ചാമ്പ്യൻ മെൻറ്റാലിറ്റിയിലാണ്. അതൊരു എന്തുകൊണ്ട് ചാമ്പ്യൻ ടീമുകളും മറ്റ് ടീമുകളും തമ്മിലുള്ള വ്യത്യാസം പ്രധാന മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അർജൻറ്റീന കളിച്ച കളി. ചാമ്പ്യൻ ടീം അവർ ഇഞ്ചുറി ടൈം വരെ, അവസാന വിസിൽ വരെ ആ ഒരു മെൻറ്റാലിറ്റിയോടെ കളിക്കും. ആ മെൻറ്റാലിറ്റി കിട്ടിയതാണ് ശേഷിച്ച അവസാനത്തെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഓടിപ്പോകുന്നു, ലൗതാരോ മാർട്ടിനസിൻ്റെ അടുത്തേക്ക് ബോൾ വരുന്നു. അപ്പോൾ അവിടെ മെസ്സി ഇല്ല. എല്ലാവരും മെസ്സിയെ ട്രൈ ചെയ്തുമ്പോൾ മെസ്സി എപ്പോഴും ഒരു സെൻട്രൽ ഭാഗത്താണ് നിൽക്കുന്നത്, ഹാഫ് ഓഫ് ദി വേയിലാണ് നിൽക്കുന്നത്. ലൗതാരോ കൃത്യമായിട്ടൊരു ഗംഭീരമായൊരു ക്രോസ് കൊടുക്കുന്നു. അനായാസമായി തന്നെ അത് ഹെഡറാകുന്നത്. പെർഫെക്റ്റ് ഫിനിഷിംഗ് ആയിരുന്നു അത്.